മുഖ്യമന്ത്രിയും പലതവണ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് CPIയുടെ നേതാക്കൾ പലതവണ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഒരു തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞാൻ കൺവീനറായതിനു ശേഷം നടത്തിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് പറഞ്ഞ വിഷയങ്ങൾ അവർ പ്രകടമാക്കിയിട്ടുള്ളതാണല്ലോ. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ആ പ്രശ്നം സഖാവ് ബിനോയ് വിശ്വം സ്ഥലത്തില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം ഇന്നോ നാളെയോ എത്തുള്ളൂ. ഇന്ന് എത്തുമെന്നാണ് തോന്നുന്നത്. ഇന്ന് എത്തിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം അവിടെ മഹാരാഷ്ട്രയിൽ അവരുടെ ഒരു പാർട്ടി കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. ആ പാർട്ടി കൗൺസിൽ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കൂടി കഴിയണ്ടേ, കണ്ടിട്ടല്ലേ സംസാരിക്കാൻ കഴിയും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുന്നയിച്ച ഏത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ പരസ്പരം നല്ല ബന്ധമാണ്. ആ ബന്ധത്തിന് ഒരു ഒലച്ചിലുമില്ല. ആ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ പരസ്പരം ചർച്ച നടത്തും. അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. CPI പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് മറുപടി പറയാൻ പറ്റുന്നതല്ല. ആ പാർട്ടി തന്നെയാണ് അത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറയേണ്ടത് വിഷയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും വ്യക്തത വരുത്തി പരസ്പരം കൂടിയാലോചനയിലൂടെ വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി ശ്രമിക്കും. ഇപ്പം അത്ര മതി. ഇതാണ് ഒന്ന് നിങ്ങൾ അതൊക്കെ വേറെ വിഷയം. ഗവൺമെൻറ് അഭിപ്രായം പറയട്ടെ. ഗവൺമെൻറ് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ ഉണ്ടല്ലോ. അത് സംബന്ധിച്ച് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് അവിടെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്ന സമയത്ത് ADGയെ പറ്റിക്കുറിച്ച് വന്നിട്ടുള്ള ചില ആരോപണങ്ങളുണ്ടല്ലോ. അതിനു മുമ്പാണല്ലോ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം അതിനെക്കുറിച്ച് എന്ത് നിലപാട് എന്നുള്ളത് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കും. പറയേണ്ടതാണെങ്കിൽ പറയാം. സംശയം നിങ്ങൾക്കൊക്കെ അല്ലേ പ്രചരിപ്പിക്കുന്ന, നിങ്ങൾക്കൊക്കെ അല്ലേ സംശയമുള്ളത്. ജനങ്ങൾക്ക് സംശയമില്ല, പിന്നെ മുന്നണിയിലെ പാർട്ടികൾക്കും സംശയമൊന്നുമില്ല. നിങ്ങളൊക്കെ സംശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി, അത് ശരിയാണോ എന്നല്ല, അത് കേരളീയ സമൂഹത്തിന് ഗുണമാണോ എന്നുള്ള. ഞാൻ പലപ്പോഴും നിങ്ങൾ മുൻപിൽ പറഞ്ഞില്ലേ, എത്ര ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. ഈ വയനാടിൻ്റെ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമല്ലേ. ആ പുനരധിവാസ പ്രക്രിയയെ തകിടമറിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ തടയപ്പെടുന്നതിനും ഇടവരുത്തുന്ന ചില പ്രതികരണങ്ങൾ കേരളത്തിലുണ്ടായില്ലേ. നിങ്ങൾക്ക് അതൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ലല്ലോ. നിങ്ങൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളല്ലേ, ജനങ്ങളുടെ ജീവിതവുമായിട്ടും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ തമ്മിലായിരുന്നു തന്നെ അത് മതി. അല്ല, എനിക്ക് കൗൺസിൽ മീറ്റിംഗ്